അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും ചെയ്യാനുള്ള തൗഫീക്കുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ പകലുകളിലും രാത്രികളിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അത് തറാവീഹ് നിസ്കാരമായാലും നോമ്പായാലും നമ്മുടെ ചെയ്യുന്ന ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളായാലും ദിക്റുകളായാലും ദുആകളായാലും ചെറിയ 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 കാര്യങ്ങളായാലും എല്ലാം അല്ലാഹു തആല പരിപൂർണതയോടെ സ്വീകരിച്ച് സുന്നത്തുകൾക്കൊക്കെ നമുക്ക് ഫർദിൻ്റെ പ്രതിഫലം നൽകി അങ്ങനെ നല്ല രീതിയിലുള്ള റമളാനിനെ പരിഗണിച്ച മുഅ്മിനീങ്ങളാക്കി അല്ലാഹു തആല നമ്മളെയും പരിഗണിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ ഒരുപാട് പവിത്രതകളുള്ള മാസമാണ്. എല്ലാ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അത്താഴ സമയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത്താഴത്തെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നെ എന്താണ്? തസഹറു ഫഇന്ന സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക. നിശ്ചയം നിങ്ങൾ അത്താഴത്തിൽ എന്തുണ്ട്? ബർക്കത്തുണ്ട്. അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അത്താഴം നമ്മൾ കഴിക്കണം, അത്താഴം കഴിക്കണം, അതിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ഒരു സമയത്തിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശാലമായി സംസാരിച്ചിട്ടുണ്ട്. അത്താഴ സമയത്തിൻ്റെ ബർക്കത്തുകൾ, മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേറ്റിരിക്കുന്ന സമയം. ആരെങ്കിലും അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത്താഴ സമയത്ത് എഴുന്നേറ്റ് ഇബാദത്ത് ചെയ്യട്ടെ എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, അതിനെ വിശദമായി സംസാരിച്ചു. അങ്ങനെ അത്താഴ സമയത്തിന് ഏറെ പ്രതിഫലമുള്ള, ഏറെ പവിത്രതകൾ നേടിയെടുക്കാനാകുന്ന അത്രയും മനോഹരമായൊരു സമയമാണ് അത്താഴ സമയം. നഷ്ടപ്പെടുത്തി കളയരുത്. വളരെ വേദനയോടെ പറയാനുള്ളത്, പല ആളുകളും പല ചെറുപ്പക്കാരിലും കണ്ടുവരുന്നത്, തറാവീഹ് കഴിഞ്ഞാൽ രാത്രി സമയത്ത് കളിക്കാനും മറ്റുമൊക്കെ പോയി അങ്ങാടിയിൽ കൂടി നിന്ന് പാതിരാ സമയം വരെ പല സ്ഥലങ്ങളിലും പല ഫുഡ് കോർണറുകളിലൊക്കെ പോയി ഇരുന്ന് അങ്ങനെ എന്തൊക്കെയോ ഫുൾ ജാർ സോഡ, അങ്ങനെ ഓരോ ട്രെൻഡിങ് ഓരോ ടൈമിൽ ഇറങ്ങുകയാണല്ലോ. അങ്ങനെ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോയി സമയം കളഞ്ഞ് അവസാനം ഒരു 2 മണി 3 മണി സമയത്ത് വീട്ടിലേക്ക് കയറി വന്ന് ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി. സുബഹിക്ക് എഴുന്നേറ്റ് ആ ഉറക്കച്ചവടവോടെ സുബഹി നിസ്കരിച്ച് അങ്ങനെ ഒരു റമളാൻ മാസത്തെ തള്ളി നീക്കി റമളാനെ കഴിഞ്ഞ് പെരുന്നാളിനങ്ങ് ആഘോഷിക്കുന്ന ചില ചെറുപ്പക്കാരെ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, റമളാനിനെ അങ്ങനെ തള്ളി നീക്കേണ്ട ഒരു മാസമല്ല. പ്രത്യേകിച്ച് അത്താഴം നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് പവിത്രതയോടുകൂടെ കഴിക്കേണ്ട, സമയം കണ്ടെത്തേണ്ട ആ പവിത്രമായ അത്രയും പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അത്താഴ സമയം. ആ സമയത്ത് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്താഴ സമയത്ത് നമ്മൾ പ്രത്യേകമായി ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു ഇസ്മ്, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ നമ്മൾ വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങളെ നീക്കിത്തരും. എന്ത് പ്രയാസങ്ങൾ? നമുക്ക് സാമ്പത്തികമായ ഞെരുക്കം അല്ലാഹു തആല ഇല്ലാതാക്കും. കടങ്ങളെ അല്ലാഹു തആല വീട്ടാനുള്ള വഴി എളുപ്പമാക്കി തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് വിശാലമാക്കി തരും എന്ന് മഹാന്മാർ പഠിപ്പിച്ച ഒരു ഇസ്മിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മഹാന്മാർ പറയുന്നു, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്നത് അത്താഴ സമയത്ത് 10 തവണ ചൊല്ലി നമ്മുടെ കയ്യിലേക്ക് ഊതി അതുകൊണ്ട് മുഖം തടവി, അങ്ങനെ ഒരു ശീലം നമുക്ക് നോമ്പിനുണ്ടായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് അതിൽ വലിയ പ്രതിഫലം നൽകും, വലിയ സൗഭാഗ്യങ്ങൾ നൽകും. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കിത്തരും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാ ബാസിത്തു യാ അല്ലാഹ്, വിശാലമാക്കുന്നവനെ എന്നാണ്, വിശാലമാക്കുന്നവനെ എന്നൊരു ഇസ്മിനെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് എൻ്റെ പ്രയാസങ്ങൾ നീക്കി എനിക്ക് വിശാലത നൽകണം, സാമ്പത്തിക വിശാലത നൽകണം, ഹൃദയ വിശാലത നൽകണം, ഇങ്ങനെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്കത് സാധിപ്പിച്ചു തരും. അത് അല്ലാഹു തആല നമ്മിൽ നിന്ന് നമുക്ക് സ്വീകരിക്കും. നമുക്ക് അല്ലാഹു തആല അത് ആ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇതിപ്പോൾ തന്നെ ഓർമ്മിച്ച് നോക്കുക. അത്താഴ സമയത്ത് വളരെ ചെറിയ സമയം കണ്ടു. യാ ബാസിത്തു യാ അല്ലാഹ്, 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 യാ ബാസിത്തു യാ അല്ലാഹ് 10 തവണ നമ്മളിപ്പോൾ ചൊല്ലി. നമുക്ക് ആകെ എത്ര സമയമാണ് ആവശ്യമാകുന്നത്? ഇത്ര സമയമേ ഉള്ളൂ. കൈ രണ്ടും ഉയർത്തി 10 തവണ ചൊല്ലി കയ്യിലൂതി മുഖം ശരീരമൊക്കെ ഇങ്ങനെ തടവിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് വലിയ നന്മകൾ ചെയ്തു തരും. നമുക്ക് അല്ലാഹു തആല വലിയ ഖൈറുകൾ ഉണ്ടാക്കി തരും ഇൻഷാ അല്ലാഹ്. ഉറച്ച വിശ്വാസത്തോടു കൂടെ ചെയ്തോളി. അതുപോലെ തന്നെ
മഹാന്മാർ പറയുന്നുണ്ട്, റമദാനിലും അല്ലാത്തപ്പോഴും എല്ലാ ദിവസവും 72 തവണ മുറാദുകൾ ഹാസിലാവാൻ, ആവശ്യങ്ങൾ നിറവേറാൻ ഈ യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മിനെ ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മിനെ പ്രത്യേകം ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, ആർത്തവ സമയത്ത് ആർത്തവക്കാരായ ആളുകളൊക്കെ നോമ്പിൻ്റെ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്. നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ, അവർക്ക് അശുദ്ധിയിലാണല്ലോ. പക്ഷേ അത്താഴ സമയത്ത് എഴുന്നേറ്റ് തൻ്റെ ഭാര്യയ്ക്ക്, ഉമ്മയ്ക്ക്, മക്കൾക്ക് അവർക്കൊക്കെ അത്താഴത്തിനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതിൽ സന്തോഷത്തോടുകൂടെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നോമ്പിന് വേണ്ടി ഞാനിത് തയ്യാറാക്കി കൊടുക്കുകയാണല്ലോ, എനിക്കതിൻ്റെ പ്രതിഫലം തരണേ അല്ലാ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നീയത്തോടു കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, അതൊക്കെ ആ സമയത്ത് അത്താഴ സമയം നഷ്ടപ്പെടുത്താതെ, ഞാൻ അശുദ്ധിയിലാണ്, എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാതെ ആ സമയത്തും നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലണം. നമ്മൾ ചൊല്ലണം, അല്ലാതെ അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു തആല നന്മകൾ ചെയ്യുന്ന നല്ല മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ ഓരോ സമയങ്ങളെയും ഉപയോഗപ്പെടുത്തണം. ഒരു സമയം പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നോമ്പ് തുറക്കുന്ന സമയം, അത്താഴ സമയം, ഇങ്ങനെ തുടങ്ങി എല്ലാ സമയങ്ങളും നമുക്ക് പ്രതിഫലങ്ങളുടെ സമയമാണ്, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട്, റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകും, നമ്മളറിയാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് 5 നോമ്പ് കഴിഞ്ഞോ, 10 നോമ്പ് കഴിഞ്ഞോ, റഹ്മത്തിൻ്റെ 10 കഴിഞ്ഞോ, മഗ്ഫിറത്തിൻ്റെ 10 നമ്മളിങ്ങനെ ചോദിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഇത്കുമിനന്നാറിൻ്റെയൊക്കെ 10 അങ്ങനെ കഴിഞ്ഞു പോകും. ആ സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട്, തെറ്റുകൾ സംഭവിച്ചു പോയല്ലോ റബ്ബേ, മഗ്ഫിറത്തിൻ്റെ 10 ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, മഗ്ഫിറത്തിൻ്റെ 10 അപേക്ഷിച്ച്, അങ്ങനെ റഹ്മത്തിൻ്റെ 10 റഹ്മത്തിന് വേണ്ടി ചോദിച്ച്, ഇത്കുമിനന്നാറിൻ്റെ 10 നരകമോചനത്തിന് വേണ്ടി ചോദിച്ച്, അവസാനം പെരുന്നാളിൻ്റെ പൊന്നമ്പിളി വാനത്ത് കാണുന്ന സമയത്ത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഒരു നല്ല അടിമയായി, നന്മയുള്ള അടിമയായി, നല്ല മുഅ്മിനായ അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടിയാണ് ഇത്തരമുള്ള ദിക്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നത്. പ്രയാസങ്ങൾ ഓർത്ത് വേദനിച്ചിരിക്കുകയല്ല വേണ്ടത്, പ്രയാസങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്കതിൽ വലിയ നന്മയുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആകളിലൊക്കെ പരസ്പരം ഓർക്കുക. നമ്മളെല്ലാ വേദനകളും മറന്ന്, എല്ലാ ദേഷ്യങ്ങളും മറന്ന്, എല്ലാവരോടുമുള്ള വെറുപ്പും മറന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്ത്, ആരോടെങ്കിലും മാനസികമായ അകൽച്ച നമുക്കുണ്ടെങ്കിൽ അവരെ ഒന്ന് നമ്മൾ ചേർത്ത് പിടിച്ച്, അവരോട് പൊരുത്തം വാങ്ങി, അവരെ നന്മയിലാക്കി, അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയും ദുആ ചെയ്ത് അങ്ങനെയുള്ളൊരു ജീവിതമാകുമ്പോൾ അല്ലാഹു തആല നമ്മളെ പ്രത്യേകം പരിഗണിക്കും, അല്ലാഹു തആല നമ്മളെ പ്രത്യേകം സ്വീകരിക്കും, അല്ലാഹു തആല നമുക്ക് പ്രത്യേകം അവസരങ്ങൾ നൽകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് മറന്നുപോരുത്, ഇന്ന് നമ്മൾ പറഞ്ഞത് യാ ബാസിത്തു യാ അല്ലാ 10 തവണ ചൊല്ലി കയ്യിലൂതി മുഖം തടവുക. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ വിശാലതയും നൽകും. ആ റമദാൻ മുതലും അല്ലാത്ത സമയങ്ങളിലൊക്കെ സമയം കണ്ടെത്തി 72 തവണയാണ് അതിൻ്റെ എണ്ണം പറയുന്നത് മഹാന്മാർ. 72 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാവിധ വിശാലതയും അല്ലാഹു തആല നമുക്ക് ഉണ്ടാക്കി തരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.